ക്രിയേറ്റീവ് ഹട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കണ്ണിമാങ്ങ വേണ്ട, കണ്ണിമാങ്ങ ഇത് ഇന്നലെ കണി വെച്ചതാണ്. ഈ കണി വെച്ച മാങ്ങ ഇനി നമുക്ക് പഴുക്കാനൊന്നും നിൽക്കണ്ട, നല്ല പുളിയുള്ളതാണ്. അപ്പോൾ പഴുത്താലും അത്ര ഇതുണ്ടാവില്ല, അതുകൊണ്ട് അച്ചാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എണ്ണയിലൊന്ന് വാട്ടിയെടുത്തിട്ട് അതിൻ്റെ ശേഷം കടുവും ഉലുവയും കൂടി ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തു. വെളുത്തുള്ളി, ഇഞ്ചി ഇത് നമ്മൾ ലേശം എണ്ണയിൽ അതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അങ്ങനെ എല്ലാം വഴറ്റിയെടുത്ത ശേഷം നമുക്ക് അച്ചാറുണ്ടാക്കാം. അച്ചാറുകൾ ഉണ്ടാക്കാൻ പലതരത്തിലും ഉണ്ടാക്കും. അച്ചാർ ഒരുപാട് സമയം എടുത്തിട്ട് അച്ചാറുണ്ടാക്കുക, എളുപ്പത്തിൽ അച്ചാറുണ്ടാക്കുക. ഇതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിലൊരു അച്ചാറാണ്. നമുക്കിത് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. 2 ദിവസം ഉപ്പ് പിടിക്കാൻ നിൽക്കണം അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മളിതെല്ലാം മാങ്ങ എള്ളെണ്ണയിൽ ഒരു ലേശം എള്ളെണ്ണയിൽ ഉപ്പും ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി. കുറച്ച് നല്ല മയം വരും. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കടുകും ഉലുവയും വെളുത്തുള്ളിയും ഇതെല്ലാം കടുകും ഉലുവയും വറുത്തിട്ട് പൊടിച്ചെടുക്കുക. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില അതെല്ലാം ഒന്ന് എണ്ണയിൽ വാട്ടിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ചീനച്ചട്ടിയിൽ കുറച്ച് എള്ളെണ്ണ ഒഴിച്ച് അതിലേക്ക് മുളക് പൊടി ഒരു 4 മാങ്ങ ഉണ്ടായി. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും ചേർത്തിട്ട് എണ്ണയിൽ വാട്ടി അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ നമ്മൾ അതിലേക്ക് വഴറ്റി വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പൊടിച്ച് വെച്ച കടുകും ഉലുവയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില അതെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഉപ്പ് നോക്കണം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ലേശം ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് തീ ഓഫാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയൊരു 1/4 ടീസ്പൂണ് പഞ്ചസാര ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് തണുത്ത് കഴിഞ്ഞാൽ കുപ്പിയിലാക്കുകയും ചെയ്യാം, നമുക്ക് അപ്പാടെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ എളുപ്പത്തിലുള്ള മാങ്ങാച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.